ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റിയ ടെക്നോളജി ആയിട്ടാണ് NVIDIA പുതുതായിട്ട് വന്നിരിക്കുന്നത്. DLSS 5 അവർ അനൗൺസ് ചെയ്തു 2026 സ്റ്റാർട്ടിങ്ങിൽ തന്നെ. 2018 തന്നെ അപ്സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് AI കമ്പനീസ് ആയിട്ടുള്ള കൊളാബറേഷനിൽ NVIDIA ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് DLSS 5. അതിന് ഇതെന്താ ചെയ്യണമെന്ന് നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ഗെയിമിന് ഒരു 3D റിയലിസ്റ്റിക് മോഡൽ കൊടുക്കുകയാണ് ചെയ്യുക. ഒത്തിരി ഗ്രാഫിക്സ് ഇന്റർഫേസ് ഒന്നും ഇല്ലാത്ത ഗെയിമുകളെ ഇത് അപ്സ്കെയിൽ ചെയ്ത് ഒരു 3D ഇന്റർഫേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 3D ലുക്സ് കൊടുക്കുകയാണ് ചെയ്യുക. ആൻഡ് ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇത് മാറ്റിമറിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒബ്വിയസ്ലി ഇനി വരുന്ന ഗെയിമുകളൊക്കെ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലായിരിക്കും അതിന്റെ ഗ്രാഫിക്സ് ഉണ്ടാവുക. ലുക്സ് ഒക്കെ കംപ്ലീറ്റ്ലി മാറും. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡലിംഗ് ആയിരിക്കും ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് അതൊരു എക്സ്ട്രീം എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇതിലെ എല്ലാ ഫീച്ചേഴ്സും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതും പറയാം. വൺസ് അൺറിയൽ എഞ്ചിൻ കൊണ്ടുവന്നപ്പോൾ ഫേസ് ചെയ്ത അതേ ഇഷ്യൂ തന്നെയായിരിക്കും ഒരുപക്ഷെ DLSS കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകണ്ടാവുക. ഒരിക്കൽ അൺറിയൽ എഞ്ചിൻ ഇതുപോലെ പബ്ലിഷ് ചെയ്തിരുന്നു. വലിയ ഇൻഡസ്ട്രിയൽ ചേഞ്ച് ആണ് അൺറിയൽ എഞ്ചിൻ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്. ഗെയിംസ് എല്ലാം അൺറിയൽ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇവിടെ ആക്ച്വലി നഷ്ടമാവുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. ഓരോ ഗെയിമും ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും മീറ്റ് ചെയ്യുന്നിടത്താണ് ജനിക്കുക. സോ എല്ലാം പ്രീസെറ്റ് ആയിട്ട് വരുന്ന ഇത്തരം സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ അൺറിയൽ എഞ്ചിൻ പോലെ AI ടെക്നോളജി പോലെ എല്ലാം അത് തന്നെ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഗെയിമിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ക്രിയേറ്റിവിറ്റി നഷ്ടമാവും. സോ സ്വാഭാവികമായിട്ടും എല്ലാ ഗെയിംസും ഒരുപോലെ തന്നെ ഇരിക്കും. അതാണ് ഇതിന്റെ ആക്ച്വൽ പ്രശ്നം. അൺറിയൽ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്ത ഗെയിംസ് നമ്മൾ നോക്കിയറിയാം, എല്ലാം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ AI കളിക്കുന്ന ഗെയിംസിനെല്ലാം ഇനി ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അത് ആക്ച്വലി പ്രശ്നമാണ്. കാരണം നമ്മുടെ ഗെയിംസിന്റെ ക്രിയേറ്റിവിറ്റി ആക്ച്വലി അതിന്റെ ലൈറ്റിംഗ്, ക്യാരക്ടർ സ്കെച്ചിങ് എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഗെയിംസിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആക്ച്വലി നല്ലതാണ്. പക്ഷെ ഗെയിമിന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. വാട്ട് യു തിങ്ക്? വാട്ട് യു ഗൈസ് ആർ തിങ്കിങ്? കമന്റ് ബിലോ.